എവരിവൺ, നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് കമ്പനി സെറ്റിങ്സ് ആണ്. അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ കമ്പനി സെറ്റിങ്സിൽ പോയി ആദ്യം തന്നെ നമ്മളൊരു പ്രോജക്റ്റ് പുതിയതായിട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രോജക്റ്റിൻ്റെ കമ്പനിയുടെ പേര് ഇവിടെയും TR നമ്പർ ഇവിടെയും കൊടുക്കാം. അതേപോലെ തന്നെ അഡ്രസ്സ് നമുക്കിവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഇത് മാറ്റി നമുക്ക് നമ്മുടെ അഡ്രസ്സുകളും കാര്യങ്ങളും കൊടുക്കാം. അതുപോലെ തന്നെ ഇൻവോയ്സിൻ്റെ അകത്ത് വരുന്ന ക്ലിയറിംഗ് ഡേറ്റ് ഷോ ചെയ്യിക്കണോ വേണ്ടോ എന്നുള്ള ഓപ്ഷനാണ്. ഇത് ഹൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ക്ലിയറൻസ് ഡേറ്റിൻ്റെ അത് വരത്തില്ല. അതേപോലെ ടാക്സ് ഹൈഡ് ആക്കണോ ഷോ ചെയ്ത് ഇപ്പോൾ നിൽക്കണ പോലെ ആക്കണമെന്നുള്ള ഓപ്ഷനാണ്. അതേപോലെ ഗവൺമെൻറ് ഫീ, നെയിം, യൂണിറ്റ്സ്, പ്രോഫിറ്റ് ഷോ ചെയ്യണോ ഹൈഡ് ചെയ്യണോ. അതേപോലെ തന്നെ നമ്മുടെ ലോഗോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതെല്ലാമാണ് കമ്പനി സെറ്റിങ്സിൻ്റെ അകത്ത്. അതുപോലെ തന്നെ ബാങ്ക് ഡീറ്റെയിൽസിൽ പോവുകയാണെങ്കിൽ നമ്മുടെ ഇൻവോയ്സിൻ്റെ അകത്ത് വരുന്ന ബാങ്ക് ഡീറ്റെയിൽസ് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ബാങ്കിൻ്റെ പേര്, കമ്പനിയുടെ പേര്, അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പർ, IBAN നമ്പർ, ഏത് ബ്രാഞ്ചാണ്, 6 കോഡ്, ഇതെല്ലാം സേവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻവോയ്സ് പ്രിൻറ്റിൻ്റെ അകത്ത് ഇതേ ബാങ്ക് ഡീറ്റെയിൽസ് ഷോ ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് നമ്പറിങ് ഇവിടെ നമുക്ക് ഓരോന്നിൻ്റെ നമ്പർ ഏതിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പർച്ചേസ് ഇൻവോയ്സ്, സെയിൽസ് ഇൻവോയ്സ്, കൊട്ടേഷൻ്റെ നമ്പർ, അങ്ങനെ പല നമ്പേഴ്സ് നമുക്ക് ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്തതിൻ്റെ നെക്സ്റ്റ് നമ്പർ അത് +1 ആയിട്ട് നമുക്ക് പോകുന്നതാണ്. അതുപോലെ തന്നെ ഡാറ്റാബേസ് ബാക്കപ്പ് എടുക്കാനുള്ള ഓപ്ഷനാണ്. അത് ബാക്കപ്പ് എടുക്കാൻ പറ്റും നമുക്ക്. അതേപോലെ ഡാറ്റാബേസ് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആയിട്ടുണ്ട്. എപ്പോഴും ഡാറ്റാബേസ് ബാക്കപ്പ് എടുത്തിട്ട് ക്ലിയർ ചെയ്യാൻ നോക്കുക. കാരണം അൺഫോർച്ചുനേറ്റ്ലി എങ്ങാനും ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വീണ്ടും കുറച്ച് സമയം എടുക്കും ഇത് വീണ്ടും തിരിച്ചിടാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇത് ഡൗൺലോഡ് ചെയ്ത ഡാറ്റ വീണ്ടും അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇത്രയാണ് മെയിനായിട്ട് കമ്പനി സെറ്റിങ്സിലുള്ളത്.